ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന യൂഫോബിയ എന്ന് പറയുന്ന ചെടിയെ പറ്റിയാണ്. യൂഫോബിയ മിലിയൊക്കെ എന്ന് പറയപ്പെടുന്ന ചെടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പേരൊക്കെ ഇത് എടുത്ത് മാറ്റി. കാരണം ഇതിൻ്റെ ചെടിയുടെ ഈ വിഷം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വൈറ്റായിട്ട് വരുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ കറയെന്ന് നമ്മൾ പറയും. ഇതിന് ലാറ്റക്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കണ്ണിലോ മൗത്തിലോ ഒക്കെ നമ്മുടെ ശരീരത്തെ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്ന ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ചെടിയാണിത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഈ യൂഫോബിയയുടെ ചെറിയൊരു തണ്ട് അവിടെ കിടന്നു. ഇത് നട്ടൊന്നും വെച്ചതല്ല, ചെറുതായിട്ട് താഴെ കിടന്നു. അത് അവിടെ കിടന്ന് കിളിച്ച് ഇതേപോലെ വലുതായതാണ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കാറില്ല. അതിന് കൊടുക്കാതെ തന്നെ അത് എപ്പോഴും പൂക്കുന്ന ഒരു ചെടിയാണ് ഈ നമ്മുടെ യൂഫോബിയ എന്ന് പറയുന്നത്. കാക്ടസ് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഇതിനെ സർവൈവ് ചെയ്തോളും. അത്രയും ഒരു ചെടിയാണ് ഇത്. പിന്നെ നിങ്ങൾ നല്ലപോലെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുന്നവരാണെങ്കിൽ നൈട്രജൻ റിച്ച് വളവും അതുപോലെ NPK ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂക്കുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ യൂഫോബിയ ചെടികൾ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇത് എസ്പെഷ്യലി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ പൂവിൽ നിന്ന് ഒരു സൈസ് സീഡ് താഴെ വീണ് തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടായി വരും. അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ തണ്ട് മുറിച്ച് കട്ട് ചെയ്ത് നമ്മൾ വേറെ ചട്ടിയിലാക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും നമുക്ക് ഒരുപാട് ചട്ടികളിലാക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇപ്പം ഈ ചെടിയെപ്പറ്റി കുറേ വ്യാജ പ്രചരണങ്ങളും ശരിയായ പ്രചരണങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ് വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇതിൻ്റെ ഈ ലാറ്റക്സ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന കറ, അത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കറ വളരെ നമ്മുടെ സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ വരുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗ്ലൗസ് ധരിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഇതിൻ്റെ കറ നമ്മുടെ കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിൽ വീഴുകയാണെങ്കിൽ ഇത് അൾസറേഷൻ വരുത്തും. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും. പിന്നെ കോർണിയൽ ഇറിറ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് സ്വെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുമന്ന് വരാനുള്ളത്, ഇറിറ്റേഷൻ, ചൊറിച്ചൽ, ഇതൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറ ഒരു കാരണവശാലും നമ്മുടെ കണ്ണിൽ വീഴാൻ ഇടയാകരുത്, നമ്മുടെ ഉള്ളിലേക്ക് പോകാനും ഇടയാകരുത്. അതുപോലെ തന്നെ ഇത് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം നമുക്ക് മതിലിൻ്റെ സൈഡിലൊക്കെ വെക്കുക. നമ്മളുമായിട്ട് ഒരുപാട് അടുത്ത് കോണ്ടാക്റ്റ് വരാത്ത ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഒരുപാട് കെയർ വരാതെ തന്നെ ഇത് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുറേ പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ അവർ പറയാറുണ്ട്, അവരിത് എടുത്ത് കളഞ്ഞ ചെടിയാണെന്ന്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തിനാണിത് വെക്കുന്നതെന്ന് പറഞ്ഞ് പേടിച്ചെടുത്ത് കളഞ്ഞവരുണ്ട്. അത് നിങ്ങളുടെ ഒരു ഡിസിഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെടി വെക്കാം. ഇതിൻ്റെ പൂക്കളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അന്നേരം നമുക്ക് മാക്സിമം നമ്മുടെ ഒരു അടുത്ത് വരാത്ത രീതിയിൽ വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇത് കാണാൻ ഇതിൻ്റെ പൂക്കൾ വളരെ അട്രാക്റ്റീവാണ് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു കെയറും കൊടുക്കാതെ തന്നെ എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് ഈ യൂഫോബിയ. യൂഫോബിയയുടെ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മുടെ അതായത് 2000-ലധികം വെറൈറ്റീസ് ഉണ്ട് ഈ യൂഫോബിയയുടെ. ഇതിൻ്റെ സ്പെഷ്യൽ അട്രാക്റ്റീവ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റാണ്. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൻ്റെ പൂക്കൾ കണ്ടാൽ തന്നെ കണ്ടോ, ഇത് ഒരുപാട് കുഞ്ഞി പൂക്കളാണ്. ഒരുപാട് കുഞ്ഞി പൂക്കളുള്ളത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള പൂക്കളാണ്. ഇപ്പോഴിതിൻ്റെ അകത്ത് പൂവില്ല. ഇതേപോലെ ഒരുപാട് വലിപ്പമുള്ള പൂക്കളുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ചെടികളാണ്. ഞാനിതെല്ലാം മതിലിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും പെട്ടെന്ന് കൊള്ളാതിരിക്കും. നമ്മളെപ്പോഴും അടുത്ത് പോകാത്ത സ്ഥലങ്ങളിലാണ് ഇത് വെക്കാറുള്ളത്. അതുപോലെ ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അത് ഞാൻ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ, പർപ്പിൾ കളറ് യൂഫോബിയയുടെ ഫ്ലവേഴ്സ്. അതും കാണാൻ ഒത്തിരി നല്ലതാണ്.
പിന്നെ യൂഫോബിയയുടെ ചിലർ പറയുന്ന യൂഫോബിയയുടെ ഏതാണ്ട് ഒരു വെറൈറ്റി മാത്രമാണ് ഈ ഡിസീസസ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഏത് വെറൈറ്റിയാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പിന്നെ ഇങ്ങനെയുള്ള ചെടികൾ മാക്സിമം ആസ്മാറ്റിക് പേഷ്യൻസ്, ലങ് ഡിസീസസ് ഒക്കെ ഉള്ളവർ മാക്സിമം ഇതുപോലെ അലർജിക്കൊക്കെ വരുത്തുന്ന ചെടികൾ വീട്ടിൽ വെക്കാതിരിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചെന്ന് ടച്ച് ചെയ്യുന്ന ഏരിയയിൽ വെക്കാതിരിക്കുക. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചെന്ന്, അതായത് പൂ പറിക്കാൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ കറകൾ ഒന്നുകിൽ അവരുടെ സ്കിന്നിലോ കണ്ണിലോ അല്ലെങ്കിൽ അകത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾ ഒരിക്കലും ഈ ചെടികളുടെ അടുത്തേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കൊണ്ട് ഇറിറ്റേഷൻ വരാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ള വീടുകളിലാണെങ്കിൽ ഇത് മാക്സിമം മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടിയെ പറ്റിയുള്ള കമൻറ്റ് താഴെ അറിയിക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നും എവിടെയാണ് വെച്ചേക്കുന്നതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.